നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ കത്തോലിക്ക സഭാ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ബി.ജെ.പി. നേതാക്കളായ പി.സി. ജോർജും മകൻ ഷോൺ ജോർജും. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജാണ് ആദ്യം സഭാ നേതൃത്വത്തിനെതിരെയും ദീപിക പത്രത്തിനെതിരെയും വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയത്. ബി.ജെ.പിക്ക് വോട്ട് ചെയ്യരുതെന്ന് ദീപിക പത്രത്തിലൂടെ പറഞ്ഞുവെന്നും സഭയുടെ നിലപാടിതാണെങ്കിൽ തങ്ങൾക്കും സഭയെ വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. പിതാക്കന്മാരുടെ ലേബലിൽ ചില വ്യക്തികൾ യു.ഡി.എഫിന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. നിങ്ങൾ പറഞ്ഞിട്ട് FCRA ഉൾപ്പെടെ മാറ്റിവെച്ചിട്ട് സഭയുടെ മുഖപത്രം ഇങ്ങനെയാണല്ലോ പറയുന്നതെന്ന് അമിത്ഷാ ചോദിച്ചാൽ താൻ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നും ഷോൺ ജോർജ് ചോദിച്ചു. ഒരു പടി കൂടി കടന്ന് ബിഷപ്പുമാരെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. സഭയിലെ ചില മെത്രാന്മാർ വൃത്തികെട്ട പണിയാണ് ചെയ്യുന്നതെന്നായിരുന്നു പി.സി. ജോർജിന്റെ വിമർശനം. ചില മെത്രാന്മാർ UDF-കാരാണെന്നും UDF-ന് വേണ്ടി ഇവർ കുരയ്ക്കുകയാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. FCRA വരുമെന്നും നിയമം പാലിക്കാത്തവരെ പാലിപ്പിക്കുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. പ്രതീക്ഷിച്ച വോട്ടുകളിലുണ്ടായ ചോർച്ചയാണ് ഇരുവരുടെയും പരസ്യ പ്രതികരണത്തിന് പിന്നിലെന്നാണ് സൂചന. ബി.ജെ.പി. നേതൃത്വത്തിന്റെ ക്രിസ്ത്യൻ സ്വപ്നങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിള്ളൽ വീണോ? കാണാം RD Extra. കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗത്തിനും മുഖപത്രമായ ദീപികയ്ക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ബി.ജെ.പി. നേതാക്കളായ പി.സി. ജോർജും മകൻ ഷോൺ ജോർജും ഉന്നയിച്ചത്. ചിലർക്കായി വിടുപണി ചെയ്യുന്നവർ സഭയിലുണ്ടെന്നും ദീപിക പത്രവും ആ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഷോൺ ജോർജ് വിമർശിച്ചു. ദീപികയ്ക്കെതിരെ പിതാക്കന്മാർക്ക് പരാതി നൽകും. FCRA ബിൽ മാറ്റിവെച്ചത് ഞങ്ങളുടെ സമ്മർദ്ദപ്രകാരമാണ്. സഭയ്ക്ക് വേണ്ടെങ്കിൽ സഭയും വേണ്ടെന്ന് വെക്കേണ്ടി വരുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. കത്തോലിക്ക സഭാ നേതൃത്വത്തിനെതിരെ അധിക്ഷേപ പരാമർശമാണ് പി.സി. ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മെത്രാന്മാർ രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയമായി തന്നെ നേരിടും, ഒരു ബഹുമാനവും കാണിക്കില്ല. UDF-ന് വോട്ട് ചെയ്യണമെന്ന് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ചു പറഞ്ഞെന്നും പി.സി. ജോർജ് ആരോപിച്ചു. പി.സി. ജോർജിന്റെ നിലപാട് അത്യന്തം അപലപനീയമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് വിമർശിച്ചു. പി.സി. ജോർജിനെ പോലുള്ള രാഷ്ട്രീയ കോമരങ്ങൾ കേരള രാഷ്ട്രീയത്തിന് തന്നെ മാനക്കേടാണെന്നും കത്തോലിക്ക കോൺഗ്രസ് പ്രസ്താവനയിലൂടെ പറഞ്ഞു. RD Extra ന്യൂസ് മലയാളം. ദീപിക പത്രത്തിനും സഭാ നേതൃത്വത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പി.സി. ജോർജ് ഉന്നയിച്ചത്. ചില മെത്രാന്മാർ പോക്കിരുത്തരം പറയുന്നെന്നും വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്ന പണത്തിന്റെ കണക്ക് കാണിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്നുമൊക്കെയാണ് പി.സി. ജോർജ് ചോദിച്ചത്. ദീപിക പത്രം വായിക്കുന്നവർക്ക് വട്ടാണെന്നും ഇത്രയും നാണം കെട്ട ഒരു പത്രം ഉണ്ടായിട്ടില്ലെന്നും പി.സി. ജോർജ് പറഞ്ഞു. പി.സി. ജോർജിന്റെ വാക്കുകൾ കേൾപ്പിക്കാൻ പറ്റുന്നതൊക്കെ കേൾപ്പിക്കാം. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അയാളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നത്. പക്ഷെ അയാളെന്തായത് മടകളിലെല്ലാം വിളിച്ച് UDF വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണോ കാണിച്ചത്? മര്യാദയാണോ? അതുപോലെ അയാൾക്ക് എന്താ അവകാശം? നാണം കെട്ടവന്മാർ ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ഒരു സംശയം വേണ്ട. ഒരു പട്ടം കിട്ടിയാൽ അയാൾ ചാകുന്നവരെ പട്ടം കിട്ടിയിട്ടുണ്ട്. അച്ഛനാണ് ഒരു മെത്രാനായാൽ ചാകുന്നവരെ മെത്രാനാണ്. അത് മാറ്റാൻ പറ്റുകയില്ല. അതാണ് സഭയുടെ നിയമം. എന്ന് വിചാരിച്ച് ഇവന്മാർ പറഞ്ഞ മുഴുവൻ കേട്ടോണമെന്നൊന്നും സഭയെ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. അത്രോ വേറെ പ്രശ്നം. പത്രത്തിൽ അതിരൂക്ഷ വിമർശനം ദീപി ഒരു പത്രമാണോ? ഇത്ര നാണം കെട്ടിയ ഒരു പത്രമുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അത് നിങ്ങൾ പത്രം എടുത്തോ? 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. അത്ര തന്തയ്ക്ക് കുറക്കാത്തവന്മാരാ ദീപി നടത്തുന്നത്. മനസ്സിലായില്ലേ? എന്ന് വിചാരിച്ച അബദ്ധത്തിന് കയറിപ്പോയി. സഭാ മുഖപത്രമായ ദീപിക കോൺഗ്രസ് സർക്കാരുകളുടെ പണം കൈപ്പറ്റി വാർത്തകൾ പടച്ചുവിടുന്നത് നിർത്തണമെന്നായിരുന്നു ഷോൺ ജോർജിന്റെ പ്രതികരണം. രക്തത്തിൽ അടിഞ്ഞുകൂടിയ UDF സ്നേഹം പ്രകടമാക്കുന്നതെന്നും ദീപികയ്ക്കെതിരെ സഭാ നേതൃത്വത്തിന് പരാതി നൽകുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ദീപിക മാത്രമല്ല, ആ മാരകായുധം തടഞ്ഞു നിർത്തിയതും അല്ലെങ്കിൽ മാരകായുധം എന്ന് പറയുന്ന നിയമം പാർലമെൻറ്റ് വന്നില്ലല്ലോ. ഞങ്ങൾ ഇടപെട്ടുണ്ടല്ലോ വരാതിരുന്ന്. പക്ഷേ എന്നിട്ടും ദീപിക ചെയ്ത് എന്താണ്? ഇന്നലെയൊക്കെ ദീപികയിൽ എഴുതി വെച്ചിരിക്കുന്ന എന്തൊക്കെ കോപ്രായങ്ങളാണ്. ഒരു ഇലക്ഷന് മുമ്പ് ചില മുന്നണികൾക്ക് വേണ്ടി വിടുപണി ചെയ്യരുത്. ദീപിക എന്ന് പറയുന്നത് സഭയുടെ മുഖപത്രമാണ്. ഇത് സഭാപിതാക്കന്മാരുടെ അഭിപ്രായമല്ല. പലപ്പോഴും കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി രൂപത അധ്യക്ഷൻ തറയിൽ പിതാവ് പരസ്യമായിട്ട് പറയേണ്ടി വന്നു, ഞാൻ നടത്തുന്ന പ്രസ്താവനകളെ രാഷ്ട്രീയം ഉപയോഗിക്കരുതെന്ന് പരസ്യമായിട്ട് പറയേണ്ടി വന്നു. TV ഉൾപ്പെടെ അതാ ചെയ്തത്. അപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരുകളുടെ പണം കൈപ്പറ്റിക്കൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് ഇനിയെങ്കിലും നിർത്തണം. അല്ലെങ്കിൽ സഭാമുഖപത്രം എന്നുള്ള പേര് ഉപേക്ഷിക്കണം. അതേസമയം സഭ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുമെന്നും ജനാധിപത്യത്തെ ഭീഷണി കൊണ്ട് ഭയപ്പെടുത്താമെന്ന് കരുതേണ്ട എന്നും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പ്രതികരിച്ചു. സഭയോട് അത്രമേൽ സ്നേഹമുണ്ടെങ്കിൽ എന്തിനാണ് FCRA നിയമം കൊണ്ടുവന്നതെന്നും ജോസ് കെ മാണി ചോദിച്ചു.
ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കളർ നാണയങ്ങളുടെ ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി BJP അത് തിരിച്ചറിയും ഉടനെ തന്നെ. സഭാധ്യക്ഷന്മാരെ അധിക്ഷേപിക്കുന്ന നിലപാട് അപലപനീയമാണെന്നും BJP-യിൽ നിന്ന് ലഭിക്കുന്ന ധൈര്യത്തിലാണ് PC ജോർജ് അധിക്ഷേപം നടത്തിയതെന്നും VN വാസവൻ പറഞ്ഞു. സഭയുടെ നിലപാട് പറയാൻ ജനാധിപത്യ സംവിധാനത്തിൽ മതമേലധ്യക്ഷന്മാർക്ക് അവകാശമുണ്ട്. ആ അവകാശം അവർ വിനിയോഗിക്കപ്പോൾ ഇതിനെന്തിനാ ധാർമ്മികരോഷം കൊള്ളുന്നത്? BJP കൊടുക്കുന്ന ഉത്തേജനമാണ് ഇതുപോലെ സഭാധ്യക്ഷന്മാരെയും ദീപിയൊക്കെ തെറിവിളിക്കാൻ ഇടവന്നിട്ടുള്ളത്. അത് അങ്ങേയറ്റം അപലനീയമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുക. PC ജോർജിൻ്റെ ഇത്തരം ചില പരാമർശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സാധാരണ അവസ്ഥയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും ആ കാര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വന്നിരിക്കുന്നതുകൊണ്ടും അതിനോട് ചേർത്ത് വെച്ച് നമ്മളത് ചർച്ച ചെയ്ത് തന്നെ പോകണമല്ലോ. എന്താ സനീഷ് തോന്നുന്നു? ഇതിനകത്ത് പൂഞ്ഞാറിലും പാലായിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി എന്തായിരിക്കും ഇവരെ സംബന്ധിച്ച് എന്നൊരു ചെറിയ സൂചന അതിനകത്തില്ല ഹർഷം ഉണ്ടെന്നാണ് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം പറയുന്നത് PC ജോർജ് പറയുന്നത് ഷോൺ പിന്നെ അങ്ങനെ ആ ഭാഷയിലൊന്നും പറയാറില്ല. ഷോൺ ഒരു രാഷ്ട്രീയ വിമർശം എന്ന നിലക്കാണ് പറയുന്നത്. അദ്ദേഹം ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ഷോൺ നമ്മൾ മാറ്റി വെക്കുക. ഷോൺ രാഷ്ട്രീയം പറയുന്നു. PC ജോർജ് പിന്നെ നമുക്ക് അറിയാവുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ PC ജോർജിനെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് എല്ലാ ടെലിവിഷൻ ചാനലുകളും മറ്റേ വിദേശ ചാനലുകളിലൊക്കെ കാണുന്ന പോലെ ഇവിടുന്നേ പിടിക്കുന്ന ഒരു വടിയില്ലേ ഇങ്ങനെ പിടിച്ചിട്ട്, അതുപോലത്തെ ഒരു വടി എടുക്കണം എന്നുള്ള അഭിപ്രായം എനിക്ക് പണ്ട് നമ്മുടെ അജിത്തിനോടൊക്കെ സംസാരിച്ചപ്പോൾ തന്നെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് PC ജോർജ് പറയുന്ന കാര്യം പിന്നെ ഈ സഭ രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിനാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട്. സഭ രാഷ്ട്രീയ നിലപാടെടുക്കാത്ത കാലം ഏതാണ്? സഭ രാഷ്ട്രീയ നിലപാടെടുത്തതിൻ്റെ പിന്നെ ഉപോൽപ്പന്നമല്ലേ PC ജോർജ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് തന്നെ അല്ലേ? അദ്ദേഹം പല മുന്നണികളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വളരെ ചെറുപ്പക്കാരായിട്ട്, ഒരു പക്ഷേ ഷോൺ ജോർജ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ചെറുപ്പക്കാരനായിട്ട് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. അക്കാലത്തൊക്കെ സഭ വിമോചന സമര കാലം തൊട്ട് സഭ രാഷ്ട്രീയ നിലപാടെടുക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇപ്പോൾ എന്തോ പുതിയ സംവിധാനം പുതിയ സംഗതി ഉണ്ടായിരിക്കുന്നു എന്ന മട്ടിൽ ഇദ്ദേഹം ഈ വന്ന് ഷൗട്ട് ചെയ്യുന്ന എന്തിനാണെങ്കിലും ചൂടാവുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ സഭ രാഷ്ട്രീയ നിലപാടെടുക്കാറുണ്ട്. സഭ തെരഞ്ഞെടുപ്പിൽ തന്നെയും ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പറയുന്ന ആളുകളാണ് മെത്രമാർ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ഈ പറയാണ്. പിന്നെ ദീപിക പത്രത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് പോയത് ദീപിക പത്രത്തെക്കുറിച്ചല്ല. പത്രം നമ്മൾ ഇതുപോലെ രാഷ്ട്രീയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് അവരുടെ രാഷ്ട്രീയ നിലപാട് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുന്ന ആളാണ്. ദീപിക ദിനപത്രത്തിൻ്റെ യൂട്യൂബ് ഇൻസ്റ്റാ പേജുകളിൽ വെച്ചാൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു പെൺകുട്ടി പ്രധാനമായിട്ടും 2 പെൺകുട്ടികൾ അവതരിപ്പിക്കുന്ന ചില പരിപാടികളുണ്ട്. അതായത് അത് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണോ അല്ലെങ്കിൽ BJP നേതാക്കളാണോ ശോഭാ സുരേന്ദ്രനാണോ എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ BJPയുടെ രാഷ്ട്രീയം അതിഗംഭീരമായിട്ട് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളാണ് ദീപിക പത്രത്തിലുള്ള. ആ ദീപിക പത്രത്തെയാണ് ഈ BJPയുടെ സഖ്യകക്ഷികളായിട്ടുള്ള ഈ പിന്നെ PC ജോർജും ഷോൺ ജോർജും എതിർക്കുന്നതെന്ന് എനിക്ക് വലിയ അത്ഭുതകരമായിട്ട് തോന്നി. കാരണം ഞാൻ PC ജോർജും ഷോൺ ജോർജും പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് BJPയുടെ RSSൻ്റെയും രാഷ്ട്രീയം ദേശീയ തലത്തിലടക്കം വളരെ ഭംഗിയായിട്ട് പറയുന്ന ആളായിട്ട് കണ്ടത് ഈ ദീപികയിലെ പെൺകുട്ടികളെയാണ്, അപ്പോൾ അവതാരകരെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പത്രത്തെ എന്തിനിവർ ഇങ്ങനെ വിമർശിക്കുന്നു എന്നൊരു സങ്കടം എനിക്ക് അത് കണ്ടപ്പോൾ, സങ്കടം എന്ന് വെച്ചാൽ ആ അർത്ഥത്തിൽ, അതായത് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന അർത്ഥത്തിലൊരു സങ്കടം എനിക്ക് അതുമായി ബന്ധപ്പെട്ടുണ്ടായി. പിന്നെ രാജീവ് ചന്ദ്രശേഖരും അമിത്ഷായോട് ഞാനെന്ത് പറയുമെന്നാണ് ഷോൺ ജോർജ് ഒരു ബൈറ്റ് പറയുന്നത് കേട്ടത്. പിന്നെ സഭ ഞങ്ങളെ കൈവിടുകയാണെങ്കിൽ ഞങ്ങളും സഭയെ കൈവിടുമെന്ന്. സത്യത്തിൽ അമിത്ഷായ്ക്കും രാജീവ് ചന്ദ്രശേഖരനും അത് വിഷമല്ലേ ഉണ്ടാക്കുക. കാരണം സഭയിലേക്ക് ഒരു പാലമായിട്ടാണല്ലോ ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് ആവശ്യം എന്താണ്? ആ ഗ്രൗണ്ടിൽ അങ്ങോട്ടേക്ക് പോകുന്ന പിന്നെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ സമുദായത്തിലേക്ക്, ആ ഒരു പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പിലേക്ക് പോകാനുള്ള 2 ആളുകളായിട്ടാണ് BJP അമിത്ഷായും അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആൾ ഇവർ രണ്ടുപേരെയും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുകയാണ് ഞങ്ങൾ സഭയുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അവർ ചെയ്യേണ്ടത് എന്താണ്? സഭാ മെത്രാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടിച്ചാലും ആദ്യത്തെ രോഷമൊക്കെ കഴിഞ്ഞാൽ മെത്രാമാരെയൊക്കെ അന്നങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ച് നമുക്ക് നിങ്ങളുടെ സഹായം വേണം, നിങ്ങൾക്ക് ഞങ്ങൾ കേന്ദ്രം വഴി സഹായങ്ങൾ എത്തിച്ചേരാം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ഇപ്പോൾ ഷോൺ ജോർജ് ഒരല്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ വിമർശനം നടത്തി. പക്ഷേ PC ജോർജിൻ്റെ രാഷ്ട്രീയ വിമർശനം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഏത് ബൈറ്റ് കട്ട് ചെയ്താലും എങ്ങനെ കട്ട് ചെയ്താലും അതിനകത്തൊരു ആളെ കേൾപ്പിക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടാകും. നമ്മളിപ്പോൾ തന്നെ കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഷോൺ ജോർജ് പറഞ്ഞിട്ട് നിങ്ങളധികം സംസാരിക്കേണ്ട, ഞാൻ സംസാരിക്കാം രാഷ്ട്രീയമായിട്ട് എന്നൊരു സ്റ്റാൻഡ് പിടിച്ചാൽ നന്നായിരിക്കും. അവിടെ 1 2 പിന്നെ BJPക്കും അത് നല്ലതായിരിക്കും. അമിത്ഷാ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരും ശ്രീ PC ജോർജ് മഹാനായ താങ്കൾ അധികം സംസാരിക്കേണ്ടതില്ല, ഷോൺ ജോർജ് സംസാരിച്ചു കൊള്ളട്ടെ. ഇതുപോലുള്ള വിഷയങ്ങളാണെങ്കിൽ തന്നെയും അങ്ങയുടെ പിന്നെ എന്താണ് ഇങ്ങനെ വളരെ ഇത്തരം തരത്തിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള വാക്ചാതുരി ഇങ്ങനെ പുറത്തേക്ക് വിട്ടാൽ നമ്മൾക്ക് ഗുണമല്ലല്ലോ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്കിതൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. അല്ലേ? തീർച്ചയായും. അതിനകത്ത് ജോസ് കെ മാണി പറഞ്ഞതാണ് എനിക്ക് രസകരമായി തോന്നിയത്. ഇത്
കുറച്ച് ബി ജെ പിക്ക് ഇനി പതുക്കെ ബോധ്യപ്പെട്ടുള്ളൂ. ബി ജെ പിക്ക് കൂടിയാണ് ബോധ്യപ്പെടേണ്ടത് എന്ന് പറഞ്ഞില്ലേ. അതായത് ഇദ്ദേഹം പി സി ജോർജിൻ്റെ രീതി ഇതാണ്. അതായത് ഒപ്പം നിൽക്കുന്ന സംവിധാനത്തെ ആകെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പി സി ജോർജ് നടത്തിക്കളയും. പിന്നെ ആരുമായും ഏത് മട്ടിലുമുള്ള സൗഹൃദത്തിന് പി സി ജോർജിന് ഒരു മടിയുമില്ല. ആ സൗഹൃദത്തെ നിന്ന നിപ്പിൽ തള്ളിപ്പറയാനും ഒരു മടിയുമില്ല. ഇപ്പോൾ SDPIയുടെ പ്രവർത്തകരും ഒക്കെ ഈ പി സി ജോർജ് ഏറ്റവും സജീവമായി അടുത്തിടപഴകിയിരുന്ന ഒരാളാണ്, സുഹൃത്തുക്കളാണ്. SDPIയുടെ കൊടിയൊക്കെ പിടിച്ചിട്ട് നടക്കുന്നയാളായിരുന്നു ഒരു സമയത്ത് പി സി ജോർജ്. എങ്കിൽ ആ പി സി ജോർജ് ഇപ്പുറത്ത് വന്നിട്ട് അങ്ങേയറ്റത്തെ വർഗീയതയല്ലേ, നേരെ തിരിച്ച് പറയാം, നമുക്ക് ആവർത്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ പി സി ജോർജ് അവിടെ നിന്ന് നടത്തി. അങ്ങനെയാണ് ആകെ അങ്കലാപ്പിൽ അന്തം വിട്ട അവസ്ഥയിലേക്ക് കഴിഞ്ഞ തവണ എത്തുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രചാരണ വാഹനത്തിന് ചുറ്റും കൂടി നിന്ന് അവിടെയുള്ള ആളുകൾ കൂവി വിളിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തു. പി സി ജോർജിനെ സമ്മതിക്കണം, മൈക്കിൽ കൂടെ തിരിച്ച് ചീത്ത വിളിക്കുകയും മൈക്കിൽ കൂടെ. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹത്തെ ഈ ക്രിസ്ത്യൻ വോട്ടുകളെ അടുപ്പിക്കാനുള്ള ഒരു ടൂളായി എങ്ങനെയാണ് BJP കണ്ടെത്തിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഷോൺ ജോർജിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എൻ്റെ സമീപനവും. സനീഷ് പറഞ്ഞതുപോലെ ഷോൺ അത് രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഷോൺ പിന്നെ ചില ആശങ്കകൾ പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ആയിരിക്കാം. കാരണം ഈ FCRA നിയമം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് BJPക്കെതിരായി ഉയർന്നു വന്നത്. ക്രൈസ്തവ വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അതൊരു പ്രധാനപ്പെട്ട വിഷയമായി വരും, അത് പ്രശ്നമാകും, തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർ ഇടപെട്ടിട്ടും ഇടപെട്ടത് നിർത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടും FCRA അടക്കം വീണ്ടും എടുത്തു പറഞ്ഞ് ദീപിക മുഖപ്രസംഗം എഴുതുകയും അതിലൂടെ പരോക്ഷമായെങ്കിലും UDFന് വോട്ട് ചെയ്യണമെന്നുള്ള ആഹ്വാനം കൊടുക്കുകയും ചെയ്തത് ഷോൺ ജോർജിനെ തളർത്തിയിട്ടും ഉണ്ടാവാം. അമിത്ഷാ ചോദിച്ചാൽ ഞങ്ങൾ എന്ത് മറുപടി പറയും എന്നൊക്കെയുള്ള ആശങ്കയാണ് പറയുന്നത്. അപ്പോഴും ഈ കാര്യങ്ങൾ വിശദീകരിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിന് പകരം പി സി ജോർജ് എന്താ ചെയ്തത്? നേരത്തെ SDPIയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കടത്തി ഈ മെത്രാമാരെ ചീത്ത വിളിക്കുന്നത്. ഇത് മുമ്പും ചീത്ത വിളിച്ചിട്ടുണ്ട്. പുറത്തു വന്നിട്ടുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി മെത്രാനെയൊക്കെ ഭയങ്കരമായി ചീത്ത വിളിച്ചിട്ടുണ്ട് പണ്ട് പി സി ജോർജ്, ഓരോ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പി സി ജോർജിനെ ഒരു പ്രത്യേക സ്പെസിഫിനായി തന്നെ നമ്മൾ എടുക്കേണ്ടതുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. കാരണം ഈ രീതിയിലല്ല, അതായത് എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നതിനും നടത്തരുത് എന്നുള്ളതിനും മാതൃക നമ്മൾ എടുത്തു വെച്ചാൽ നടത്താതിരിക്കേണ്ടതിൻ്റെ മാതൃകയായി നമ്മൾ പി സി ജോർജിനെ തന്നെ വേണം എടുത്തു കാണിക്കാൻ. അതിനുശേഷം ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞ ദീപിക ഓൺലൈൻ്റെ കാര്യം. അതായത് കാസ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു തീവ്ര വർഗീയ സംഘടനയുണ്ടല്ലോ, അത് അടിസ്ഥാനപരമായി എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഈ സംഘപരിവാറിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു സംഘടനയാണെന്നാണ്. ആ സംഘടനയുടെ പ്രവർത്തകരായാണ് ഞാൻ ആ കുട്ടികളെയൊക്കെ കണ്ടിരുന്നത്. ഈ ദീപികയ്ക്ക് വേണ്ടിയിട്ട്, ദീപികയുടെ ഓൺലൈനിൽ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാനത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് സ്ഥിരമായി എൻ്റെ ഫീൽഡിൽ അത് വരാറുമുണ്ട്. കാരണം അത്രയ്ക്ക് കൃത്യമായി സൂക്ഷ്മമായി ക്ലിനിക്കൽ പ്രൊസിഷനോടെ വർഗീയത കുത്തിവെക്കുന്ന ഒരു പരിപാടി. അതായത് ഒരു മുസ്ലിം വിരുദ്ധത അടിസ്ഥാനമായി അതിൻ്റെ സൂക്ഷ്മമായി അതിൻ്റെ ഒരു തലം നോക്കിയാൽ മുസ്ലിം വിരുദ്ധത കുത്തിവെക്കുന്ന കാസയുടെ വാദങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനമായി ദീപികയുടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം മാറിയപ്പോൾ നമ്മളും വിചാരിച്ചെന്താണ്, ഇത് സഭയുടെ കൂടി നിലപാടായിരിക്കുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ 4-5 വർഷം അത് തുടർന്നു. ആ നിലപാടിലേക്കാണ് സഭയടക്കം ഒറ്റയടിക്ക് പോകുന്നത്. സഭ ഏറ്റു പറയുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഭ നിലപാട് മാറ്റി. സഭാ നേതൃത്വത്തിൽ പലരും വന്നിട്ട് കൃത്യമായി കാസയെ തള്ളിപ്പറയുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി. അപ്പോഴും ഈ ദീപിക ഇത് തുടരുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ 2 ചീത്ത ദീപിക കേൾക്കുന്നതിൽ വലിയ തെറ്റില്ല. ദീപിക ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ ഈ സമയത്ത്. അതുകൊണ്ട് കാരണം ഈ നിലയ്ക്കാണോ സമൂഹത്തിൽ ഈ വിദ്വേഷവും വിധ്വംസക പ്രവർത്തനവും നടത്തേണ്ടത്? അല്ലെങ്കിൽ ആളുകളെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ഇടപെടണോ എന്നുള്ള ആലോചിക്കണം. 100-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള കാലത്തൊന്നും ദീപിക അവരുടെ സമുദായ കാര്യങ്ങൾ പറയാറുണ്ട്, മതകാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇത്രക്ക് അഗ്രസീവായ രീതിയിൽ മുസ്ലിം വിരുദ്ധത പറഞ്ഞൊരു കാലം വേറെയില്ല. ദീപിക പത്രത്തെക്കുറിച്ചെല്ലാം പറയുന്നത്, എഴുതുന്ന വാക്കുകൾക്ക് ആത്യന്തികമായിട്ടൊരു വൃത്തിയും ഭംഗിയും ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ചിലതൊക്കെ അയ്യോ ഇതെന്താണ്, ഇതെവിടെയാണ്, ദീപികയിലാണല്ലോ വരുന്നത്, നമുക്ക് വലിയ വിഷമം തോന്നുന്ന തരത്തിലാണ് ആ വീഡിയോ. കൃത്യമായി അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ആ സമുദായത്തിൻ്റെ ഒരു മുഖം. ഇപ്പം സ്വാഭാവികമായും അത് ദീപിക പത്രം ഇടക്കാല വിവാദങ്ങൾക്ക് ശേഷം വീണ്ടും സഭയുടെ കയ്യിലേക്ക് എത്തിയ പത്രമാണ്. അപ്പോൾ സഭയുടെ സ്വത്തായിട്ട് ഈ 100 വർഷത്തിനപ്പുറത്തുള്ള സംഗതിയെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്രയും വലിയൊരു സമൂഹത്തിൽ, കേരളത്തിലെ ഈ പറയുന്ന 10-20% വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജിഹ്വയായി പ്രവർത്തിക്കുന്ന ദീപിക, ആ ദീപികയുടെ പേരിലാണ് ഈ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ നിരാശ കൂടിയായിരിക്കും. കാരണം ഇവരും വിചാരിച്ചിട്ടുണ്ടാവുക, ഈ ഷോൺ ജോർജും പി സി ജോർജും ഒക്കെ വിചാരിച്ചിട്ടുണ്ടാവുക, ഇവരും ഇതൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇത് നമ്മളുടെ ഒരു സിസ്റ്റമായി മാറിക്കഴിഞ്ഞു, നമ്മളുടെ ഒരു സംവിധാനമാണ്, ഈ സംവിധാനത്തിലൂടെ നമുക്ക് വലിയ വളർച്ചയിലേക്ക് നമുക്ക് പോകാൻ കഴിയും.
പാലായിൽ ഷോൺ ജോർജ് വലിയ പ്രതീക്ഷയിൽ കൂടിയായിരുന്നു കേട്ടോ, കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ആ പ്രതീക്ഷയും എല്ലാം ഒരുപക്ഷെ അസ്ഥാനത്തായോ എന്നുള്ള അങ്കലാപ്പും എല്ലാം ആയിരിക്കും ഇന്നുവരെ കൊണ്ട് ഇത്രയൊക്കെ പറയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുക എന്ന ലക്ഷ്യത്തോടെ 1976 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയാണ് FCRA നിയമത്തിന് രൂപം നൽകുന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ടുകൾ തടയുക എന്നതായിരുന്നു നിയമം കൊണ്ട് ഇന്ദിരാഗാന്ധി ലക്ഷ്യമിട്ടത്. 2010 രണ്ടാം UPA സർക്കാർ FCRAയിൽ ഭേദഗതി വരുത്തി കൂടുതൽ കർക്കശമാക്കി. 2014 അധികാരത്തിലെത്തിയ നരേന്ദ്രമോദി സർക്കാർ ഭേദഗതികൾ കൊണ്ടുവന്ന് നിയമത്തെ കൂടുതൽ കടുപ്പിച്ചു. 2026 FCRA നിയമത്തിൽ വീണ്ടും മോദി സർക്കാർ ഭേദഗതി കൊണ്ടുവരികയാണ്. ന്യൂനപക്ഷ സ്ഥാപനങ്ങളെയും സന്നദ്ധ സംഘടനകളെയും ശ്വാസം മുട്ടിക്കാനാണ് FCRA ഭേദഗതി ബിൽ കൊണ്ടുവരുന്നതെന്ന് പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ BJPക്ക് ദോഷം ചെയ്യുമെന്ന കണക്കൂട്ടലിലാണ് FCRA ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്കെടുക്കുന്നത് മാറ്റിയതെന്ന് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ വാദം ഊട്ടിയുറപ്പിക്കുന്ന പ്രതികരണങ്ങളാണ് പോളിംഗ് കഴിഞ്ഞ ഉടനെ BJP നേതാക്കളിൽ നിന്ന് ഇന്നുണ്ടായത്. കേന്ദ്ര സർക്കാർ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരല്ല എന്ന കേന്ദ്രമന്ത്രിമാരുടെ അടക്കം വാദങ്ങളെയും ഇന്നത്തെ പ്രതികരണങ്ങൾ തള്ളിക്കളയുന്നതായി. തങ്ങളെ അനുകൂലിക്കുന്നവരെ മാത്രം പരിഗണിച്ചാൽ മതിയെന്നാണ് BJPയുടെ നയമെന്ന് നേതാക്കൾ പരോക്ഷമായി പറഞ്ഞു വയ്ക്കുന്നതും അത്യന്തം അപകടകരമാണ്. സഭാ നേതാക്കൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് കേരളം. എന്നാൽ ഇതിനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് BJP നടത്തുന്ന ഈ അധിക്ഷേപ പരാമർശങ്ങൾ, അതായത് BJP എന്ന് ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല, ഈ രണ്ട് നേതാക്കന്മാരാണ് ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത്. PC ജോർജ്, കേരളം ഈ PC ജോർജിൻ്റെ അഭിപ്രായങ്ങളെ എന്തായാലും തള്ളിപ്പറയും എന്ന് തന്നെയാണ് RDX കരുതുന്നത്.